നാഷണൽ ഹെറാൾഡ് കേസിൽ യോഗം വിളിച്ച് കോൺഗ്രസ് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും അധ്യക്ഷതയിൽ നാളെയാണ് യോഗം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി നടപടികൾ കടുപ്പിക്കുമ്പോൾ തുടർ നീക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ നടപടികൾ കർശനമാക്കാനും കടുപ്പിക്കാനും മുന്നോട്ട് പോകാനും തന്നെ ഇഡി തീരുമാനിക്കുമ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് തലപൂക്കുകയാണല്ലോ കോൺഗ്രസ്. നാളത്തെ യോഗത്തിൽ എന്തൊക്കെ ചർച്ചയാവും? ക്രിസ്റ്റിന, ഈ ഇഡി നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്ന കോൺഗ്രസ്, ഇതിന് പിന്നാലെയാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമെന്ന നിലയിലാണ് നാളെ വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസ് യോഗം വിളിച്ചിരിക്കുന്നത്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. ഈ യോഗത്തിൽ മറ്റ് ലീഗൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരുമായി സംസാരിക്കുന്നതിനും മറ്റുമായി അത് ഏകോപിപ്പിക്കുന്നതിനുമൊക്കെയായി മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ മനു അഭിഷേക് സിംഗ്വിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന തലങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന സൂചന. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ, ഇത് കൂടാതെ തന്നെ NSUവിന്റെയും ഈ വനിതാ വിഭാഗത്തിന്റെയും ഒക്കെ മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെയുള്ള നേതാക്കളും ഈ യോഗത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഇഡി തുടർ നടപടികൾ എന്ന തരത്തിൽ ഈ നാഷണൽ ഹെറാൾഡ് കേസ് കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നാളത്തെ യോഗത്തിൽ ചർച്ചയാവുക. നേരത്തെ തന്നെ ഈ അഹമ്മദാബാദിലെ പാർട്ടി സമ്മേളനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അഹമ്മദാബാദിലെ സമ്മേളനത്തിന് ശേഷം മറ്റ് സംസ്ഥാന തലങ്ങളിൽ വലിയ പ്രചരണങ്ങൾ നടത്താനും ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നതിനുമൊക്കെയായി പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരമൊരു കേസ് കൂടി കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിലവിലുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുക. ഇഡി നടപടിക്കെതിരെ തുടർ നീക്കങ്ങൾ ഏതു തരത്തിൽ വേണം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.